നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ല പച്ചമേച്ചിലിൽ ഞങ്ങൾ മെച്ചമായ ഹാരത്തെ നീ നൽകിടേണമേ. മെച്ചാം അന്ധകാരമാമീ മേൻ ബിന്ദുവായിരുന്നു വഴി ബിന്ദുവായിരുന്നു വഴി സന്തോഷം സാദാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ സന്തോഷ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ. സന്തോഷ നല്ല ദേവനേ ഞങ്ങൾ നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഈ കത്ത് ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്ന വലിയൊരു അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. റിജി പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബിജോയ് പാസ്റ്റർക്കായ സ്തോത്രം. കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വർഷത്തെ ഒരു മാസം കടന്നുപോയി, നമ്മൾ 2-ാം മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മാസം എളുപ്പമോ, കാരണം ഈ മാസത്തിൽ അധികം ദിവസമില്ല, 28 ഉള്ളൂ. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അമ്മ കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടവരും പുതുക്കേണ്ടവരൊക്കെ വളരെ വേഗത്തിൽ എടുത്തോണം. പ്രൈസലോ. ഇതിൽ കാണുന്നല്ലോ, വമ്പന്മാർ ആമേൻ ഈ ലോകത്ത് നിന്ന് പൊടുന്നനവേ ശത്രു വെട്ടിക്കളയുക, എവിടെ നിന്ന് പോവുകയാണ്. എന്തെന്നറിയത്തില്ല, പണമില്ലാഞ്ഞിട്ടല്ല, നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള സമ്പത്ത് മനുഷ്യനെ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല. പ്രൈസലോ. ഹല്ലേലൂയ. നീതിയും സമാധാനവും. പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ. അതുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് തീരുമാനങ്ങളൊക്കെ എടുത്ത് ആമേൻ. തിരുമേശ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. തിരുമേശയൊക്കെ ആരും മാറി നിൽക്കാതെ എടുക്കണം. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഇൻട്രൻസൊക്കെ മാറ്റി ആമേൻ വല്ലപ്പോഴും ആമേൻ മാസത്തിലൊന്നാണ് നമ്മൾ എടുക്കുന്നത്. ചില സഭകളിൽ, ഞങ്ങളുടെ സഭകളിലൊക്കെ എല്ലാ ദിവസവുമുണ്ട്. എന്നാൽ ഇത് മാസത്തിലെടുക്കുമ്പോൾ ഇത് കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഓഹരി വിളിച്ചു പറയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ ആമേൻ, കർത്താവ് പറഞ്ഞു ആമേൻ എന്നെ ഭക്ഷിക്കുന്ന എന്മൂലം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് പങ്കില്ലെങ്കിൽ നമുക്ക് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളൊക്കെ ഇതിനകത്ത് അമ്മ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ, കർത്താവ് സഹായിക്കട്ടെ. ഈ അനുഗ്രഹിക്കേണ്ട പദവിയിലേക്കൊക്കെ കടന്നു വരുവാൻ യോഗ്യതയില്ലാത്ത ഞങ്ങളെയൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാര്യം മുമ്പ് പറഞ്ഞതുപോലെ വമ്പന്മാരൊക്കെ ലോകത്തിനു വേണ്ടി ഓടുമ്പോൾ ആമേൻ ഒരു യോഗ്യതയും പറയാനില്ലാത്ത നമ്മളെ ഈ വലിയ ശ്രേഷ്ഠ പദവിയിലേക്ക് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അമ്മ കൊണ്ടുവന്നതുപോലെ എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം ആമേൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഭാഗം ഞാൻ നിർത്തി അതിലേക്ക് കയറുകയാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തെ ആമേൻ തിരിച്ചറിയുക എന്നതാണ്. ദൈവത്തിൻ്റെ സ്വഭാവം ആമേൻ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, 2 പേർ ഒത്തിട്ടേ എന്ത് ചെയ്യാൻ നടക്കാനൊക്കത്തുള്ളൂ, ഒന്നിച്ച് പോകാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ 2 പേർക്ക് ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒന്നിച്ചു പോകാനൊക്കത്തില്ല. അങ്ങ് ഡെസ്റ്റിനി ചെല്ലുന്നതിന് മുമ്പ് അടിവെച്ച് മാറും. അതുകൊണ്ട് ഒത്തിട്ടേ പോകാനൊക്കത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ ആമേൻ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ സ്വഭാവം ആർക്കറിയാം? ദൈവത്തിനറിയാം. ആമേൻ നമ്മൾ ചെയ്യാൻ പോകുന്ന പോലും ദൈവത്തിനറിയാം. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചിരിക്കുന്ന വിഷയം, അതിന് കാരണം 3 കാര്യമാണ്. ഒന്ന്, ദൈവം അറിയുന്നു. പലരും ചോദിക്കുന്നൊരു വിഷയമാണ്, എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നമുണ്ടായിട്ട് എന്താ ദൈവം സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? പലരും വിശ്വാസത്തിലേക്ക് മുന്നോട്ട് വന്നിട്ട് പിന്മാറിപ്പോയി ചോദിക്കുന്നൊരു ചോദ്യമാണ്. പല ചോദ്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലർ ചോദിക്കാറുണ്ട്, ഏതെന്തോട്ടത്തിൽ എന്തിനാ ഈ മരം കൊണ്ടുവന്ന് വെച്ചത്?
പ്രൈസലോ. ഈ മരം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല നടക്കുക. എല്ലാവരും പല ചോദിക്കുന്നില്ല, നിങ്ങളുടെ ഉള്ളിലും ഉണ്ടല്ലേ പ്രൈസലോ. പക്ഷേ ഏൻ തോട്ടത്തിൽ മരം വെക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് ചോദിച്ചാൽ ആ മരമെന്ന് പറയുന്നത് അവിടെ എഴുതിയിട്ടുണ്ട് നന്മ തിന്മകളുടെ വൃക്ഷമെന്നാണ്. വാസ്തവത്തിൽ നന്മ തിന്മയുടെ വൃക്ഷമല്ല, റിയൽ ഏത് വൃക്ഷമാണ്? അത് തിന്മയുടെ വൃക്ഷമാണ്. പ്രൈസലോ, തിന്മയുടെ വൃക്ഷമാണ്. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട് നന്മ തിന്മയുടെ വൃക്ഷമാണ്. ഓൾറെഡി അവിടെ എന്തുണ്ട്? നന്മയുണ്ട്. ഗുഡ് ഈസ് ദർ, നന്മയുണ്ട്. അപ്പോൾ പിന്നെ ഏതാ ഇല്ലാത്തത്? പ്രൈസലോ, തിന്മയാണ്. അതുകൊണ്ട് ആ വൃക്ഷത്തിൽ തിന്നാൽ എന്ത് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നന്മയും തിന്മയും തിരിച്ചറിയുമെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയുമ്പോൾ നന്മ ഓൾറെഡി അവൻ അറിയാം. പ്രൈസലോ. അപ്പോൾ ഇനി ഏതോടെ അറിഞ്ഞാൽ മതി? തിന്മ അറിഞ്ഞാൽ മതി. അതുകൊണ്ട് പറഞ്ഞു നീ എന്ത് ചെയ്യരുത്? തിന്നരുത്. ആ തിന്മയെന്ന് പറഞ്ഞത് അവൻ ഈവിളിനെയാണ് കാണിക്കുന്നത്. പ്രൈസലോ. കാര്യം ഈ ഭൂമിയിൽ ശൂന്യമായി കിടക്കുന്ന ഭൂമിയിൽ എന്തുണ്ടായിരുന്നു? ഇരുളുണ്ടായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ആൻസർ നിങ്ങൾക്ക് പറയാനായിട്ട് അത് ഞാൻ ഒന്ന് ഓടിച്ചു പറയുന്നത്. പ്രൈസ്. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ഏതാ ഇരുള്? പ്രൈസലോ. ഉൽപ്പത്തി പുസ്തകം 1 പറയുന്ന ഇരുളേതാ? ഇരുളേതാന്ന് അറിയണമെങ്കിൽ അവൻ അടുത്ത വാക്ക് വായിച്ചാൽ അറിയുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ ഇരുളിനെ അറിയണമെങ്കിൽ എന്തറിയണം? വെളിച്ചത്തെ അറിയണം. അപ്പോൾ ഏത് വെളിച്ചമാണ്? സൂര്യനിൽ നിന്നുള്ള വെളിച്ചമല്ല, ചന്ദ്രന് വെളിച്ചമല്ല, നക്ഷത്രത്തിന് വെളിച്ചമല്ല. കാരണം സൂര്യ ചന്ദ്ര നക്ഷത്രം എത്ര ദിവസം ഉണ്ടാക്കുന്നേ? ഹലോ, സൺഡേ അധ്യാപകർ ആരും ഇല്ല ഇവിടെ. പ്രൈസലോ. 4ാമത്തെ ദിവസം ഉണ്ടാക്കുന്നത്. പ്രൈസലോ. അപ്പം 4ാമത്തെ ദിവസം ആ സൂര്യൻ വന്നത്, ചന്ദ്രൻ വന്ന, നക്ഷത്രം വന്നത്. അപ്പോൾ പിന്നെ ആ വെളിച്ചം ഏതാ? പ്രൈസലോ. ആ വെളിച്ചം ഏതാണെന്ന് അറിയണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം ഒന്ന് വായിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-2-3 വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. പിന്നെ അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എന്തായിരുന്നു? ജീവൻ മനുഷ്യരുടെ. അപ്പൊ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. മേളത്തെ അത് വിശദീകരിക്കുന്നില്ല ഞാൻ. അവന് ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി. അപ്പൊ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഭൂമിയിലേക്ക് എന്തിറങ്ങി വരണമെന്നാ പറഞ്ഞേ? പ്രീസലോ. ജീവൻ. പ്രീസലോ. ജീവൻ വരണം. ആരാണ് ജീവൻ? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആരില്? ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ. 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. പ്രൈസലോ. ആമേൻ. കാരണം ഈ ഭൂമി സൃഷ്ടിക്കുന്ന ആർക്ക് വേണ്ടിയാ? ആമേൻ. സകലവും സൃഷ്ടിക്കുന്ന ആർക്ക് വേണ്ടിയാ? ആമേൻ. ആമേൻ. ക്രിസ്തുവിന് വേണ്ടിയാ. ക്രിസ്തുവിന് വേണ്ടിയാ. പ്രൈസലോ. അതിലേക്ക് കയറുന്നില്ല. കൊലോസ്യർ എഴുതിയിട്ടുണ്ട്. ആമേൻ. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവനായും സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ അവൻ മുഖാന്തരം മാത്രമല്ല, ആർക്ക് വേണ്ടിയാ? അവനായി സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അവൻ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് നല്ലപോലെ അറിയാം മനുഷ്യരായ നമ്മളെ ആര് തെറ്റിക്കുമെന്ന്. സാത്താൻ തെറ്റിക്കുമെന്ന് അറിയാം. കാര്യം ഇവിടെ എന്തുണ്ട്? മുമ്പേ പറഞ്ഞോ, എന്തുണ്ട്? ഇരുളുണ്ട്. ഇരുളിവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതറിയാം. പക്ഷേ അവൻ പുത്രന് വേണ്ടിയാണ് ഇത് ചെയ്തത്, ഇത് സൃഷ്ടിച്ചു കൊടുത്തത്. അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ. ചിലർ ചോദിക്കും എന്തിനാ പുത്രന് വേണ്ടി സൃഷ്ടിച്ചത്? ഒറ്റ കാര്യം, ദൈവ സ്നേഹമാ. പ്രൈസലോ. എത്ര പേര് സ്വതന്ത്രം പറയാൻ കഴിയുമെന്ന് അറിയത്തില്ല. ദൈവം പുത്രനെ ആവശ്യപ്പെട്ടു, ഇത് എനിക്ക് വേണം. അപ്പോൾ ദൈവ സ്നേഹം അതിന് കൊടുത്തു. പ്രൈസലോ. അതുകൊണ്ടാണ് ഇത് സൃഷ്ടിക്കുന്നതിന് മുമ്പേ എഗ്രിമെന്റ് സെറ്റായത്. ഏതാ എഗ്രിമെന്റ്? ഈ മനുഷ്യൻ തെറ്റിൽ വീണാൽ എൻ്റെ രക്തം കൊണ്ട് ഞാൻ അവനെ വീണ്ടെടുത്ത് നിന്റെ സന്നിധിയിൽ തിരിച്ചു കൊണ്ട് തരാമെന്നവിടെ എഗ്രിമെന്റ് ആയതാ. പ്രൈസലോ. അല്ലെ? അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ ഇന്നലെ 2000 വർഷം മുമ്പ് അറുക്കപ്പെട്ടതല്ല, എന്ന് മുതൽ അറുക്കപ്പെട്ടതാ. സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പ് ഈ അറുക്കപ്പെടുന്ന കാര്യം സെറ്റായതാ. പ്രൈസലോ. അതുകൊണ്ടാണ് യേശു നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഇന്നും ഈ തിരുമേശ നമ്മൾ അനുഭവിക്കുന്നത്. കാരണം ഒരു വീണ്ടെടുപ്പിന്റെ വില അവിടെ കിടപ്പുണ്ട്. എത്ര പേർക്ക് സ്വത്രം അറിയാൻ കഴിയും? പ്രൈസലോ. അതുകൊണ്ടാണ് കർത്താവ് ഇറങ്ങി വന്നത്. പ്രൈസലോ. അല്ലെങ്കിൽ അതുകൊണ്ട് ഇവിടെ ഈ വീണ്ടെടുപ്പിന് മുമ്പ് തന്നെ ഈ ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിന് വേണ്ടി സൃഷ്ടിച്ചത് കൊണ്ട് ദൈവ സ്നേഹമായതുകൊണ്ടാണ് കൊടുത്തത്. ഹല്ലേലൂയ. പ്രൈസലോ. ഇതിങ്ങനെ വീഴുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടുത്തത്. പ്രൈസലോ. അപ്പം നിങ്ങൾ ചിന്തിക്കും അതെന്തിനാ വീഴുമെന്ന് അറിഞ്ഞുകൊണ്ട് കൊടുത്തത്? ഒറ്റ കാര്യം പറയാം, സ്നേഹമാ ദൈവം. പ്രൈസലോ. മനസ്സിലായോ?
പറഞ്ഞുതരാം. നിങ്ങളുടെ 18 വയസ്സായി കഴിഞ്ഞ് 19 വയസ്സായി കഴിഞ്ഞപ്പോൾ പപ്പായോട് വന്ന് പറഞ്ഞു, ലൈസൻസ് കിട്ടി പപ്പ, എനിക്കൊരു ബൈക്ക് മേടിച്ചു തരണം, ഒരു ബൈക്ക് മേടിച്ചു തരണം. പ്രൈസറോ, ഈ ബൈക്ക് മേടിച്ച് ഏതാ വേണ്ടിയത്? ഇന്നത്തെ ബൈക്കിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. നല്ല നാട്ടിലൊക്കെ നല്ല ഇവിടെയുണ്ട് ഇഷ്ടം പോലെ. നല്ല പണ്ട് ഉണ്ടായിരുന്നു ഭയങ്കര സ്പീഡിൽ പോകുന്ന കാർ ഇടിച്ചാൽ കാർ തെറിക്കുന്ന ബൈക്കുണ്ട് ഇന്ന്. പ്രൈസറോ, അല്ലല്ലോ, ബൈക്ക് മേടിച്ചു തരണം, നല്ല ബൈക്ക്. ഉടനെ ഈ ബൈക്ക് മേടിച്ചു തരണമെന്ന് മോൻ പറഞ്ഞ അന്ന് തന്നെ പത്രത്തിൽ കിടപ്പുണ്ട്, ബൈക്ക് ആക്സിഡൻറ്റിൽ 2 എണ്ണം തീർന്നു പോയെന്ന്. സ്തോത്രം. പ്രൈസറോ, അത് കണ്ടു വായിച്ചാ മോൻ ചോദിക്കുന്നേ, അടുത്ത ദിവസം ബൈക്ക് മേടിച്ചു കൊടുക്കണമെന്ന്. കൊടുക്കുമോ? കൊടുക്കത്തില്ലേ? അല്ല കളിയാ, കൊടുക്കത്തില്ല. വേറെ അറിയാം, ഒരു പിള്ളേർ വെറുതെ വിടുമോ? ഫ്രീസറോ, ഇത് കണ്ടേച്ചാ പോകുന്നത്. ഇത് വീഴുമെന്നും തകരുമെന്നും 2 എണ്ണം തീർന്നല്ല, ബൈക്ക് തീർന്നെന്ന് വഴി കിടന്ന് കണ്ടേച്ച് ഈ അപ്പൻ മോനെ കൊണ്ട് പോവുക. എന്ത് മേടിച്ചു കൊടുക്കാൻ? ബൈക്ക് മേടിച്ചു കൊടുക്കാൻ. എന്താ കാരണം? എൻ്റെ പിന്നിലത്തെ രഹസ്യം ഒന്ന് പറയുന്നേ. ഫ്രീസറോ, എന്താ അതിൻ്റെ കാര്യത്തെ വിഷയം? സ്നേഹം. ഫ്രീസറോ, അല്ലാതെ ഒരപ്പനും നീ പോയി ചാകടാന്നും പറഞ്ഞ് മേടിച്ചു കൊടുക്കത്തില്ല. കൊടുക്കുന്നുണ്ടോ? ചാത്തെന്ന് വരാം, പോയെന്ന് വരാം, പക്ഷേ സ്നേഹമായതുകൊണ്ടാണ് കൊടുത്തത്. പ്രീസലോ, അല്ലല്ലോ. എന്നാൽ നമ്മുടെ അപ്പന്മാർ ബൈക്ക് കൊടുത്തേച്ച് പോയതാ. പക്ഷേ കർത്താവിനറിയാം, ഇത് പോയാൽ തിരിച്ചെടുക്കാൻ എനിക്ക് കഴിവുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം നമ്മളെ തിരിച്ചെടുക്കാൻ കർത്താവ് കാൽവറി യാഗമായെന്ന് ഉറപ്പുണ്ടെങ്കിൽ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാനിടയുണ്ട്? അതുകൊണ്ട് ഉറപ്പോടെ വിചാരിച്ചോണം, ഈ വചനപ്രകാരം പോയില്ലെങ്കിൽ പിന്നെ നമുക്കൊരു രക്ഷയുമില്ല. പ്രൈസലോ, അത്ര വലുത് വീണ്ടെടുപ്പിൻ്റെ വില നമുക്ക് വേണ്ടി തന്നതാണ്. ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പിൻ്റെ വില തന്ന് നമ്മളെ വീണ്ടെടുത്തു. അതുകൊണ്ടാണ് ഈ വിളി ഇവിടെ ഉണ്ടായിരുന്നു. ഈ സൃഷ്ടിപ്പ് ഇവിടെ നടത്തുന്നതിന് മുമ്പ് ഈ വിളി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈവിളിനെ എവിടെ ഒതുക്കാൻ നോക്കുന്നത്? അവനെ ഒതുക്കിയതാണ് അവിടെ. ആമേൻ. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ ഈ നന്മയെല്ലാം അനുഭവിച്ചു, ഇവിടെ ഗുഡ് മാത്രമേ ഉള്ളൂ, പക്ഷെ അത് ഈവിളാ, അതിലേക്ക് പോയി കൈ കടത്തരുതെന്ന് പറഞ്ഞ് അവൻ തിന്നരുതെന്ന് പറഞ്ഞ് വൃക്ഷമെല്ലാം തിന്ന് അറിഞ്ഞുകൊണ്ട് ഈവിള് വന്ന് അകത്ത് കയറി. ഇപ്പം ഈവിളും ഗുഡുമായിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുക. ഫ്രീസലോ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മനസ്സിൽ ഈ 2 അവസ്ഥയുണ്ട്, ഈവിളുമുണ്ട് ഗുഡുമുണ്ട്. ഈ കൊച്ചു ചെറുക്കൻ്റെ മുതലുണ്ട്, കൊച്ചിൻ്റെ മുതൽ. എന്തിനാ ഞങ്ങളുടെ കൊച്ചു 1 വയസ്സിലോട്ട് കയറുന്നില്ല, അതിൻ്റെ ഉള്ളിലുമുണ്ട്. ഒരു സാധനം ഒന്ന് കൊടുത്തേച്ചൊന്ന് മേടിക്കാൻ പോയി നോക്കി, അന്നേരം കയറി പിടിക്കും. നമ്മളോട് ആകപ്പാടെ പല്ല് കടിച്ച് കാണിക്കുക. നമ്മൾ ചോദിക്കുക, നമ്മൾ വല്ലതും കടിച്ചിട്ടുണ്ടോ, ദേഷ്യപ്പെടാൻ കരഞ്ഞിട്ടുണ്ടോ, ഇഷ്ടപ്പെട്ടില്ല കരഞ്ഞു പോയാൽ. ഇതൊക്കെ എവിടെ നിന്ന് വന്നതെന്നറിയാമോ? അകത്തുണ്ടെന്നേ. ഇത് വളർന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഇതിൻ്റെ നടുവിൽ ഇത് 2 കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നൊരു ദിവസം വരാൻ പോകുക. പഴയ പോലെ തന്നെ ഒരിടത്ത് ഗുഡും മറ്റൊരിടത്ത് ഈവിളും. അതുകൊണ്ട് കർത്താവ് ചോദിച്ചു, ഇന്ന് നീ മരിച്ചാൽ എവിടെ പോകും? ഒറ്റ ചോദ്യമാണ്. ഈ ലോകത്ത് ജനിച്ചവൻ മുതൽ ഒന്നാമൻ മുതൽ അവസാനം അവരെ ഉള്ളവനും ഇത് 2-1 പോകണം. ഒന്നുകിൽ നിങ്ങൾ ഈ വെളിയിലേക്ക് പോകും, അല്ലെങ്കിൽ നിങ്ങൾ ഗുഡിലേക്ക് പോകും. ആ ഗുഡിലേക്ക് പോകുന്നതിനാണ് സ്വർഗരാജ്യത്തിലേക്ക് പോകുക എന്ന് പറയുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതിനാണ് കാൽവറി കർത്താവ് ജയമായത്. അതുകൊണ്ട് ആ വൃക്ഷം അവിടെ വന്നത് വരാതിരുത്താൻ പറ്റത്തില്ല. കാര്യം സ്പിരിറ്റ് കളയാൻ പറ്റത്തില്ല. സ്പിരിറ്റാ അത്. ഇനി 1000 ആണ്ട് വായിച്ചു കഴിഞ്ഞ് നമുക്കറിയാം, സാത്താനെ എന്നേക്കുമായിട്ട് നരകത്തിലേക്ക് തള്ളുക. അതുവരെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കർത്താവിന് എല്ലാം അറിയാം. പക്ഷെ ഒരു കാര്യം, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മൾ ഈ വിളിനെ വിളിച്ചു കയറ്റരുത്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, നമ്മൾ ദൈവത്തെ ഇഗ്നോർ ചെയ്തിട്ട് നിത്യജീവൻ നഷ്ടപ്പെടുത്തരുത്. എത്ര പേര് ഇന്ന് ധൈര്യത്തോടെ പറയാ, ഇന്ന് കാഹളം ധരിച്ചാൽ ഞാൻ അവനോടുകൂടെ പോകുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? അവരൊന്ന് ആത്മാവിലൊന്ന് സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ സ്തോത്രം പറ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കരങ്ങളും ഉച്ചത്തിലൊന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞെന്ന് കേൾക്കട്ടെ. ഹല്ലേലൂയ. പ്രത്യാശയുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? പ്രത്യാശയുടെ ഗാനങ്ങളൊക്കെ പാടിയത് ഉറപ്പായിട്ട് വരണം കേട്ടോ. അതുകൊണ്ടാണ് കർത്താവ് സകലതും അറിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഉറപ്പിച്ച വിഷയം അതാ, ദൈവം സകലതും അറിയുന്നു. പക്ഷെ അറിഞ്ഞ് അവസാനം നമ്മൾ ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞു മൗനമായിരിക്കുന്നു. കാരണം നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അരുതെന്ന് പറഞ്ഞത് ചെയ്താൽ അത് തെറ്റാ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, പാപമെന്ന് പറയുന്നത് ആ പഴം തിന്നതല്ല, അതിനെക്കാട്ടിൽ വലുത് അനുസരണക്കേട് കാണിച്ചെന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലേഖനത്തിൽ എഴുതുന്നുണ്ട്, ഒരുവൻ്റെ അനുസരണക്കേടിലാൽ അനേകർ
ഭാവികളായി തീർന്നു. അനുസരണക്കേട്. അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യങ്ങൾ പറയാം. അരുതെന്ന് പറഞ്ഞത് ചെയ്താൽ അനുസരണക്കേടാ, ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാതിരുന്നാലും അനുസരണക്കേടാ. ഈ ദിവസങ്ങളിൽ യഥാർത്ഥ രക്ഷയിലേക്ക് വരാതെ യഥാർത്ഥ വിശ്വാസ സ്നാനമേക്കാത്തവർ കർത്താവിൻ്റെ മേശയിൽ യഥാർത്ഥമായിക്കൊണ്ട് അവൻ്റെ ഓരോ സ്റ്റെപ്പ് വഴി പറയുന്നുണ്ട്. വേദപുസ്തകത്തിൽ പറയുന്ന പോലെ നമ്മുടെ കർത്താവ് ലേഖനത്തിൽ പറയുന്നു, നിന്നെയും നിൻ്റെ ഉപദേശത്തെയും സൂക്ഷിക്കണം. നമ്മെ സൂക്ഷിക്കണം, പിന്നെ ആരെ സൂക്ഷിക്കണം? ഉപദേശത്തെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പോൾ 2 കാര്യം ഉണ്ടെങ്കിലേ സ്വർഗ്ഗരാജ്യത്തിൽ പോകത്തുള്ളൂ കേട്ടോ. 2 കാര്യം. ഒന്ന്, നമ്മെ തന്നെ സൂക്ഷിക്കണം. എങ്ങനെ? വിശുദ്ധിയിൽ സൂക്ഷിക്കണം. വിശുദ്ധി പേഴ്സണലാ എന്ന് പറഞ്ഞാൽ എൻ്റെ അശുദ്ധി ചെയ്താൽ ഒരിക്കലും റെജി പാസ്റ്ററെ പിടിച്ച് ശിക്ഷിക്കത്തില്ല. പ്രീസല എൻ്റെ ഭാര്യയെ പോലും ശിക്ഷിക്കത്തില്ല എൻ്റെ അശുദ്ധി. അപ്പോൾ വിശുദ്ധ ജീവിതം നയിക്കണം. ഒന്ന്, പ്രീസലോ ഹല്ലേലൂയ. എനിക്ക് പറയാൻ സമയം ഓടിച്ചില്ല. പറയാം വിശുദ്ധ ജീവിതം. 2 കാര്യം. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ അപ്പനെയും അമ്മയും വിട്ട്. കേട്ടിട്ടുണ്ടോ വാക്യം? പ്രീസലോ കേട്ടിട്ടുണ്ടോ വാക്യം? എവിടെ കേട്ടിട്ടുണ്ട്? കല്യാണം നടക്കും, അതേ കേട്ടിട്ടുള്ളൂ. സത്യത്തിൽ കല്യാണത്തിന് വേണ്ടി ഇടുന്നൊരു വാക്യമല്ലത്. പ്രീസലോ. അല്ലെങ്കിൽ ഒന്ന് വായിച്ചോ. എഫേസ്യർ 5 അവസാനത്തെ വാക്യമാണ്. പ്രീസലോ. എഫേസ്യർ 5 അവസാനത്തെ വാക്യം ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ചേ വേഗത്തിൽ. ഹല്ലേലൂയ. ഈ വർമ്മം വലിയത്. ആ വാക്യം എത്ര? 32. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉപദേശിച്ചു. ഒരുവൻ അപ്പൻ മേടത്തെ ചേർത്ത് വായിച്ചു. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇത് നമ്മളെന്നും കേൾക്കുന്നുണ്ട്. ഭാര്യയോട് പറ്റിച്ചേരുന്ന കാര്യം കല്യാണത്തിൽ കേട്ടിട്ടുണ്ട്. കല്യാണം കഴിക്കാത്തവരും കേട്ടിട്ടുണ്ട്, കഴിച്ചവരുമുണ്ട്. ഭാര്യയോട് പറ്റിച്ചേരും. ഭൗതികമായ ഒരു കാര്യം കാണിച്ചു പറയുക, ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. എന്നിട്ട് പറയുക, ഇതിവിടെ കല്യാണം നടത്താൻ പറയുന്ന ഒരു വാക്യമല്ലെന്ന്, അതിനുവേണ്ടി എഴുതിയിട്ടതല്ലെന്ന്. പിന്നെ എല്ലാം എഴുതിയിരിക്കുന്നത് അടുത്തത്. ഈ മർമ്മം ഇതൊരു മർമ്മമാ. ഇറ്റ് ഈസ് എ മിസ്റ്ററി. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നെന്ന് പറഞ്ഞ മനസ്സിലായോ? കല്യാണത്തിന് അച്ഛന്മാർക്കും പാഷന്മാർക്കും പറയാൻ വാക്യമില്ലാച്ചിട്ട് എഴുതിയിട്ടതല്ല. അതിന്റെ മർമ്മം എന്ന് പറയുന്നത് ക്രിസ്തുവും അവന്റെ സഭയുമായി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെങ്കിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഇരിക്കണമെങ്കിൽ അപ്പനെയും വിടണം, അമ്മയും വിടണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ അപ്പനെയും അമ്മയും വിടണം. എന്താ ഈ അപ്പൻ എന്ന് പറയുന്നത്? അപ്പൻ എന്ന് പറയുന്നത് ഹല്ലേലൂയ വിശുദ്ധ ജീവിതമില്ലായ്മയാ. എന്ന് പറഞ്ഞാൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ട് ഞാൻ കാണിപ്പായിരിക്കും ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കണം. പേഴ്സണൽ വിശുദ്ധ ജീവിതം. ഹല്ലേലൂയ. ആ വിശുദ്ധ ജീവിതമുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ഇത് എഴുന്നേറ്റുന്നപ്പോൾ പറഞ്ഞു, കർത്താവിൻ്റെ മേശയിലേക്ക് വരുന്നതിന് മുമ്പ് ആർക്കെങ്കിലും എനിക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേര്. നല്ലതാ കേട്ടോ അങ്ങനെ പറയുന്നത്. പക്ഷേ മനസാക്ഷിക്ക് അറിയാവുന്ന വല്ലവരും ഉണ്ടെങ്കിൽ നേരിട്ട് ഇന്നങ്ങ് പറയണം. ഇവിടെ നിന്ന് എഴുന്നേറ്റ് മാറിഞ്ഞു പറ്റത്തില്ല. ഹല്ലേലൂയ. എളുപ്പമാണ് നമുക്ക് കിട്ടുന്നുണ്ട്. ആർക്കെങ്കിലും എനിക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചായിരുന്നു അറിയാൻ. അപ്പോൾ അപ്പുറത്തെ ഇരിക്കുന്ന പുള്ളിക്ക് ഇവിടെ പിന്നെ കുറച്ച് പേരെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. വലിയ സഭയ്ക്കകത്തൊക്കെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള പോലും ഇരിക്കത്ത് പോലും ഇല്ല. കൈ കൊടുക്കാൻ ആളെ നോക്കിയേ ഇരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആ അച്ഛൻ അപ്പുറത്ത് ഇരിക്കത്തില്ല. വിശുദ്ധ ഇന്ന് പിന്നെ വിശുദ്ധമനെ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി. ഏതായാലും കൊള്ളാം. ശലോമോൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. പെറുക്കാനൊരു കാലം എല്ലാം പറഞ്ഞേച്ച് അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, ചുമ്മിക്കാനൊരു കാലം, ചുമ്മിക്കാതിരിക്കാനൊരു കാലം. അന്നേരം ഞാൻ വിചാരിച്ചത് എന്തോ ചുംബനമാണെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഉണ്ടാകുമെന്ന്. ഒരിക്കലും എന്തോ വിശുദ്ധ ചുംബനമായിരുന്നു. എട്ടിപ്പിടിച്ച് പാസ്റ്റർ അങ്ങ് വരെ എല്ലാ വിശ്വാസം ചൊല്ലി. ഇപ്പോൾ ആർക്കും ചുമ്മിക്കണ്ട. ഇതൊരു കാലമാണ് കേട്ടോ. അപ്പോൾ ബൈബിളിലെല്ലാ വാക്യവും കറക്റ്റാ. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുക എന്നാൽ വിശുദ്ധ ജീവിതം. രണ്ടാമത് നിന്നെ സൂക്ഷിക്കുന്ന നിന്റെ ഉപദേശത്തെ. അങ്ങനെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പോകണേ ഉപദേശം കറക്റ്റാകണം. ഉപദേശം കറക്റ്റാകണം. എത്ര പേര് ദൈവത്തെ സ്തുതിക്കാൻ അറിയുന്നുണ്ട്? എന്താ ഉപദേശം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. പുതിയ നിയമത്തിൻ്റെ ഉപദേശമുണ്ട്, പഴയ നിയമത്തിൻ്റെ ഉപദേശമുണ്ട്. നമ്മൾ പഴയ നിയമത്തിൻ്റെ ഉപദേശമല്ല, പുതിയ നിയമത്തിൻ്റെ ഉപദേശമാണ്. എത്ര പേരത് ഉറപ്പിച്ച് ഇവിടെ ഇരിപ്പുണ്ട്? അത് യേശു ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ തിരുമേശ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ, ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ക്രിസ്തീയ ഫീൽഡ് പോലും പഴയതും വേണം പുതിയതും വേണമെന്ന് കണ്ടിരിക്കുക. ഏതാ വേണം? പഴയതും വേണം പുതിയതും വേണം. ഇത് സാത്താൻ്റെ ഒരു പരിപാടിയാണ്.
എന്നറിയാമോ? ഇത് അന്നേ കൊണ്ടുവന്നതാ, പണ്ടേ കൊണ്ടുവന്നതാ. ഈ സഭ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്. സ്വോത്രം. ഞാൻ ഈ വിഷയത്തിലേക്കൊന്നും അല്ല സത്യത്തിൽ പറയാൻ വന്നത്. എതിരെയൊക്കെ ഇങ്ങനെ കയറിപ്പോകും, ആർക്കാണ്ട് വേണ്ടിയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രൈസലോ അമേൻ. സ്വോത്രം. ആർക്കെങ്കിലും അകത്ത് അമേൻ ഇത് കേൾക്കുന്നുണ്ട്, ഒരു സ്വോത്രം ഉറക്കെ പറഞ്ഞോണം കേട്ടോ. അല്ലല്ലേ, കുഞ്ഞുങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. പ്രൈസലോ. ഇത് തുടങ്ങിയത് എവിടെ നിന്നറിയാമോ? അവൻ നേരത്തെ ശിഷ്യന്മാരുടെ അവിടെ വെച്ചേ തുടങ്ങിയതാ. പ്രൈസലോ. കർത്താവ് ദൈവത്തിനറിയാം ഈ പഴയതും പുതിയതും കൂടെ ഈ ഒന്നിച്ചു കൊണ്ടുവന്നൊരു കാലം ഉണ്ടാകുമെന്ന്. സ്വോത്രം. പ്രൈസലോ. ഉണ്ടോ? അങ്ങനെ ഉണ്ട്. പഴയതും പുതിയ ഒന്നിച്ചു കൊണ്ടുപോവുക. മോശയും വേണം, പ്രൈസലോ, ആരെയും വേണം, യേശുക്രിസ്തുവിനെയും വേണം. ഇത് സാത്താൻ്റെ ഒരു വലിയ പരിപാടിയായിരുന്നു. ഒരിക്കൽ നിങ്ങൾക്കറിയാമോ, മറുപ മലയിലേക്ക് യേശു കയറി. മറുപല ആരെ കൂടെ കൊണ്ടുപോയി? ഒന്ന് പറഞ്ഞേ നീ, ആരൊക്കെ കൂടെ പോയി? സ്വോത്രം. സൺഡേ സ്കൂളിൽ എത്തിയവരാരും ഇല്ലേ ഇവിടെ? എത്ര പേര് കൂടെ പോയി? ആരൊക്കെയാ? ആമേൻ. 3 പേര്. പ്രൈസലോ. പത്രോസ്, യോഹന്നാന്, യാക്കോബ്. ഇവർ 3 പോയിരുമ്പം കർത്താവ് അങ്ങ് എന്ത് ചെയ്തു? അമ്മ രൂപപ്പെട്ടു, അങ്ങ് ആയി. രൂപപ്പെട്ട് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് പത്രോസ് കണ്ണു തുറന്നു നോക്കിയോ പറയുക, പ്രൈസലോ, കർത്താവ് ഇത് നല്ലതാണല്ലോ, അപ്പം നമുക്കൊരു 3 കൂടില് ഉണ്ടാക്കാം. ഒന്നാർക്ക്? ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് അപ്പോൾ പത്രോസിന് വേണ്ടേ? വേണ്ട. പ്രൈസലോ. ഞങ്ങൾക്ക് ഇടയ്ക്ക് മോശ എടുത്ത് പോകാൻ പറയാം, മോശയുടെ കൂടത്തിൽ കയറിയിരിക്കാം. സ്വോത്രം. പ്രൈസലോ. അങ്ങനെ ഇരിക്കുമ്പം പറയാം യേശുവിൻ്റെ കൂടത്തിൽ ഇപ്പം അപ്പുറം ഇരിക്കാം. പ്രൈസലോ. അപ്പോൾ മോശയും വേണം, ആമേൻ, യേശുവിനെയും വേണം എന്ന് പറഞ്ഞാൽ മോശയുടെ പ്രമാണവും വിടണ്ട. ഇത് അവിടുന്ന് വിചാരിച്ച് വെച്ച പരിപാടിയാണ്. ഉടനെ ആരവിടെ ഇടപെട്ടെന്ന് അറിയാവോ? ആരാ ഇടപെട്ടെ? ദൈവം ഇടപെട്ടു. ദൈവം ശബ്ദം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, വേണ്ട, മോശയ്ക്കല്ല ചെവി കൊടുക്കേണ്ടത്. ആർക്ക് നിങ്ങൾ ചെവി കൊടുക്കണം? എൻ്റെ പുത്രന് ചെവി കൊടുക്ക്. ഹല്ലേലൂയ. സ്വോത്രം പറയാൻ കഴിയുന്നൊരു സ്വോത്രം പറഞ്ഞാൽ മതി. എൻ്റെ പുത്രന് ചെവി കൊടുക്ക്. അവൻ മോശയിലും ഇരുന്ന് അവൻ ഈ യേശുവിലും ഇരുന്ന് പോയാൽ അവൻ പ്രമാണത്തിൽ പോരൊക്കത്തില്ല. ഞാൻ എൻ്റെ പുത്രനെ ആ ലോകത്തിലേക്ക് അയക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പുത്രൻ ചെവി കൊടുക്കുന്ന അന്ന് അവൻ ദൈവം ഇറങ്ങി അങ്ങ് വെട്ടിക്കളഞ്ഞു. പത്രോസ് യോഹന്നാൻ വേദനങ്ങ് രക്ഷപ്പെട്ടു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പിശാചല്ലേ തന്ത്രം. അവൻ നമ്മുടെ നേതാക്കന്മാരെ കൊണ്ടൊക്കെ 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അവൻ ഇതിനകത്ത് പിന്നെയും ഇടിച്ചു കയറി. മോശയുടെ പ്രമാണവും യേശുവിൻ്റെ പ്രമാണവും ഇത് രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോവുക ഇപ്പോൾ. ഹല്ലേലൂയ. ഏതായാലും കൃപയാൽ അതിനകത്തു നിന്ന് നമ്മളെ പുറത്ത് കൊണ്ടുവന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. എത്ര പേർക്ക് ആത്മാവിലൊന്ന് സ്വോത്രം പറയാൻ കഴിയോ? അവൻ മോശയൊന്നുമല്ല, യേശുവിൻ്റെ രക്തമാണ് എന്നെ വിടുവിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് സ്വോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ആ പ്രമാണത്തിൽ നിന്ന് ആരാധിക്കുക. അങ്ങനെങ്കിൽ ഇന്നത്തെ ആരാധനയുടെ മഹത്വം എന്ന് പറയുന്നത് ഒന്ന് വിശുദ്ധ ജീവിതത്തിലും 2 പ്രമാണത്തിലും. ഇത് രണ്ടും കൂടെ കൊണ്ടുവന്ന ഇന്ന് തിരുമേശ നമ്മൾ അനുഭവിക്കാൻ പോകുന്നേ. ഹല്ലേലൂയ. ആമേൻ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. അവൻ വിശുദ്ധ ജീവിതം പേഴ്സണലാ കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ വിശുദ്ധ ജീവിതം പേഴ്സണല, എന്നാൽ പ്രമാണം സാർവത്രികമാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കാകെ നോക്കേണ്ടത് ഇവിടെ നടക്കുന്ന ക്രമം. പുതിയ നിയമ അപ്പോസ്തലിക ക്രമമാണോ നോക്കിയാൽ മതി. ഹല്ലേലൂയ. ഇവിടെ നടക്കുന്ന ക്രമത്തിനകത്ത് അഹരോന്യ പഴയ നിയമത്തിൻ്റെ ക്രമങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതാണേലും കൈനീട്ടരുത്. ഹല്ലേലൂയ. നമുക്ക് പ്രമാണം നോക്കാനേ അവകാശമുള്ളൂ. വിശുദ്ധ ജീവിതം അവരവരാ നോക്കേണ്ടത്. എൻ്റെ വിശുദ്ധി എനിക്കേ പറ്റൂ, പാസ്റ്ററുടെ വിശുദ്ധിക്ക് പാസ്റ്ററേ പറ്റൂ, ഈ പാസ്റ്ററെ പറ്റത്തുള്ളൂ. പഴയ നിയമത്തിലും അങ്ങനെ. പുരോഹിതൻ്റെ വിശുദ്ധി നീ നോക്കണ്ട, ദൈവം നോക്കിക്കോളൂ. എന്നാൽ അവിടെ നടക്കുന്ന പ്രമാണം നോക്കിക്കോണോ. അന്നത്തെ കാലത്ത് അന്നത്തെ പ്രമാണം എന്ന് പറയുന്ന അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം, ഇതെല്ലാം അവിടെ ഉണ്ടോയെന്ന് നീ നോക്കിയാൽ മതി. പുരോഹിതൻ്റെ മഹാപുരോഹിതൻ്റെ വിശുദ്ധി നോക്കണ്ട, നീ അവനെ കയറ്റി അങ്ങ് വിട്ടാൽ മതി. അതിന് അവർ അരക്കെട്ട് കെട്ടിയിരിക്കും. നിങ്ങൾക്കറിയാമോ ഈ അരക്കെട്ട് എന്തിനാ വിട്ടെന്നറിയാമോ? ഈ അതിവിശുദ്ധ സ്ഥലത്ത് എന്നവൻ വിശുദ്ധി ഇല്ലാതിരുന്നാൽ അവനവിടെ മരിച്ചു വീണ് കഴിഞ്ഞാൽ ഈ കിണുകിണ് സൗണ്ട് ഇല്ലാതെ വരും, മണി ഇല്ലാതെ വരുമ്പോൾ ഓർത്തോണം പുള്ളി തീർന്നു. പക്ഷെ അതിവിശുദ്ധ സ്ഥലത്ത് കയറും പറ്റത്തില്ല. ചരട് കൊണ്ട് വലിച്ചു പുറത്തു കൊണ്ടുവരണോ. എന്താ വിളിച്ചു പറയുന്നത്? പുരോഹിതൻ്റെ വിശുദ്ധി നോക്കണ്ട, പാസ്റ്ററുടെ വിശുദ്ധി നോക്കണ്ട,
നോക്കണ്ട, പക്ഷേ പ്രമാണം നിനക്ക് നോക്കാൻ അവകാശമുണ്ട്. നീ നിന്റെ വിശുദ്ധി നോക്ക്. ആ വിശുദ്ധിയോടുകൂടെ ഇന്ന് പകൽ ഇവിടെ വരുന്നെങ്കിൽ ആമൻ തിരുമേശ നിനക്ക് അനുഗ്രഹമായി തീരും. സ്തോത്രം പറയാനില്ലേ ആരുമില്ല? ഹല്ലേലൂയ. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോകല്ലേ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു കാര്യം, ഈ തിരുമേശയിലേക്ക് വരുന്നതിന് മുമ്പ് ഉറപ്പിക്കണം, എൻ്റെ വിശുദ്ധം ആമേൻ വിശുദ്ധ ജീവിതം കറക്റ്റാ. 2, പ്രമാണം കറക്റ്റ്. ആരെങ്കിലും പ്രമാണത്തിൻ്റെ റൈറ്റ് വേ കൂടെ നമുക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് വന്നിട്ട് യേശുവിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇതിനകത്ത് വന്നിട്ടു അപ്പോസ്തലന്മാരുടെ കാര്യം പറഞ്ഞല്ലോ, പ്രമാണം തെറ്റിച്ചാൽ പോകുന്നെങ്കിൽ, അപ്പോസ്തോലിക പ്രമാണം അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ ദിവസങ്ങളിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് ഒത്തിരി പല സ്നാനങ്ങളുണ്ട് കേട്ടോ. സ്തോത്രം. റിയലായ സ്നാനമെന്ന് പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമായ ഏറ്റവും കറക്റ്റ് സ്നാനം. പ്രൈസ് ദി ലോർഡ്. കല്യാണം നടക്കുന്ന സ്നാനം ഒന്നും ശരി സ്നാനമല്ല കേട്ടോ. ഇവിടെ ആരും ഇല്ലാന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അവൻ ചെറുക്കൻ UK ലാന്ന് പറഞ്ഞില്ലേ, പെങ്കൊച്ച് UK ലാന്ന് പറഞ്ഞ് UK കയറാൻ ഒരു മാർഗത്തിന് സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ. മുങ്ങിപ്പൊങ്ങുന്ന ഒത്തിരി പേരുന്നുണ്ട്. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, നിങ്ങൾക്ക് എന്നാ പ്രയാസം? ഹല്ലേലൂയ. ആ സ്നാനമല്ല പുതിയ നിയമത്തിലെ സ്നാനം. യഥാർത്ഥമായി യേശുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു. ആ സ്നാനപ്പെട്ടവനായി തിരുമേശയിൽ നിന്ന് പങ്കുകൊള്ളേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് ഈ ദിവസം ഇന്നിവിടെ ഉണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പിച്ച് പറയാം, ആ യേശുവിൻ്റെ സാന്നിധ്യം വിശുദ്ധ ജീവിതത്തിലും പ്രമാണത്തിലും നിൽക്കുന്ന നീ ഇത് കൊള്ളുമ്പോൾ അവൻ യേശുവിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. അപ്പോൾ അവൻ നമ്മളായിരിക്കുന്ന അവസ്ഥ യേശു അറിയുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ ദൈവം സൈലന്റ് ആകും. പ്രൈസ് ദി ലോർഡ്. അവൻ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അടുത്ത സെക്ഷനിലെ ചില കാര്യം പറഞ്ഞ് അവൻ മുന്നോട്ട് പോകുക. ഒരു 10 മിനിറ്റുള്ളിൽ അവൻ നമുക്ക് തിരുമേശയുള്ളിൽ നിർത്തുക. 1, ദൈവം അറിയുന്നു. പക്ഷെ ഒരു കാര്യം, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ, അല്ലെങ്കിൽ ദൈവവചനത്തിനകത്ത് ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ ദൈവം സൈലന്റ് ആകും. നമ്മൾ തന്നെ അതിന് ഉത്തരവാദി, മറ്റാരുമല്ല. ഹല്ലേലൂയ. എന്നാൽ ഇനി അടുത്ത വാക്ക് എഴുതിയിരിക്കുന്ന ദൈവം അനുവദിക്കുന്നുണ്ട് ചിലത്. ഞാൻ ആ സെക്ഷനിലേക്കൊന്ന് കയറി ഒരു വാക്ക് പറഞ്ഞിരിക്കാം. ദൈവം അനുവദിക്കുന്നു. വായിക്കാം ഒരു വാക്യം. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഇയ്യോബ് ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 2:3. ഇയ്യോബിൻ്റെ പുസ്തകം 2:3 ഒന്ന് വായിച്ചാട്ടെ. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ ആരെ സമ്മതിപ്പിച്ചെന്ന്? ആരെ സമ്മതിപ്പിച്ചെന്ന്? ആര് എന്ന് സമ്മതിപ്പിച്ചെന്ന്? സാത്താൻ ചെന്ന് ദൈവത്തെ സമ്മതിപ്പിച്ചെന്ന്. അത് പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം? ഇയ്യോബ് ഭയങ്കര ഭക്തനാ. അതാര് സർട്ടിഫൈ ചെയ്യുക? ദൈവം തന്നെ പറയുക. അവൻ ആരാ? അവൻ നേരുള്ളവനാ, ദൈവഭക്തനാ, ദോഷം വിട്ടലകുന്നവനാ. ഇതെല്ലാം പറഞ്ഞപ്പോൾ സാത്താൻ അവിടെ ചെന്നിട്ട് ആരംഭം മുതൽ പറയുക, ഇതൊക്കെ എന്നാ കാര്യം എന്നറിയാമോ? അവന് നല്ല വീടുണ്ട്, അവന് നല്ല കാറുണ്ട്. ഇയ്യോബിന് കാറില്ല കേട്ടോ, ഞാനങ്ങ് പറയാം. ഫ്രീസറോ ഹല്ലേലൂയ. ഇയ്യോബിന് കാറിന് പോയാലും എന്തായിരുന്നു ഉണ്ടായിരുന്നേ? ഒട്ടകം. ഫ്രീസറോ കാറിനെക്കാട്ടി സ്പീഡിൽ പോകുന്ന സാധനം തോന്നുന്നു. ഫ്രീസറോ അവൻ വാഹനമൃഗങ്ങളുണ്ട്, അവൻ ആടുമാടുകളുണ്ട്, മൃഗസമ്പത്തുണ്ട്, മക്കളുണ്ട്. എൻജോയ് ചെയ്തങ്ങ് ജീവിക്കുക. ഫ്രീസറോ ഹല്ലേലൂയ. ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ഇതെല്ലാം കൂടെ അനുഗ്രഹിച്ച് അങ്ങോട്ട് കൊടുത്താൽ പിന്നെ നേരില്ലാതിരിക്കുമോ? പ്രൈസലോ. ഇതൊന്ന് തൊട്ടു നോക്ക്, ഇതൊന്ന് സ്പർശിച്ച് നോക്ക്, ഇതൊന്ന് അവനൊന്ന് തൊടുമ്പോൾ അവൻ നിന്നെ ത്യജിച്ചു പറയും. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ കിട്ടിയിട്ടാണോ? ഹല്ലേലൂയ. വീട് കിട്ടിയതുകൊണ്ടാണോ? കാറ് കിട്ടിയതുകൊണ്ടാണോ? നമ്മൾ UK വന്നതുകൊണ്ടാണോ? അല്ല, നമ്മളെ വീണ്ടെടുത്ത കർത്താവിൻ്റെ മഹത്വം കണ്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം? ആ മഹത്വം കാണുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ഞായറാഴ്ച ഒരാരാധനയ്ക്ക് വരുമ്പോൾ നമ്മൾ ആ മഹത്വം കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ഈ തിരുമേശയിൽ ആ മഹത്വം കാണാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ഞാൻ ഈ വചനം പറയുമ്പോൾ ആ മഹത്വം കാണാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അവരാണ് ആത്മാവി സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. ആരാധനയ്ക്ക് ദൈവസന്നിധി വന്ന് വെറുതെ ഇരിക്കരുത് കേട്ടോ. എന്നാ കാര്യം? അത് ദൈവത്തിന് പ്രസാദം, ദൈവത്തെ സ്തുതിക്കണമെന്നുള്ളതാ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു ഭക്തന്റെ കടമയാ. പഴയ നിയമത്തിലും അങ്ങനെ. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത്, ആമേൻ, യഹോവേ തിരുനിവാസം എത്ര മനോഹരം. പിന്നെ അടുത്തത്, എൻ്റെ ഉള്ളം യഹോവയുടെ മനോഹരം. ഏതാ? തിരുനിവാസ മനോഹരം. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയാ, തിരുനിവാസത്തിലേക്ക് കയറാനല്ല എൻ്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. എന്നാ കാര്യം? ഞാൻ നിൽക്കുന്നത് പ്രാകാരത്തിൽ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എന്താ കാര്യം എന്നറിയാമോ? തിരുനിവാസത്തിനകത്ത് സ്തുതിയും സ്തോത്രവുമല്ല വരുന്നത്, അവിടെ കൂദാശകൾ നടക്കുക, കർമ്മങ്ങൾ നടക്കുക. എന്നാൽ ആമേൻ പ്രാകാരത്തിൽ അന്നേരം എന്നോ നടന്നു അറിയാമോ? യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളതെന്ന് ആമേൻ പ്രാകാരത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഷ്ടകാലം കൊണ്ട് പറയട്ടെ, നമ്മളെ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രാകാരത്തിലല്ല ഇപ്പോൾ സ്തോത്രം. ഇവിടുത്തെ പാഷന്മാരുടെ തൊണ്ടയ്ക്കകത്തുനിന്ന് ആമേ സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ. പ്രാകാരത്തിൽ ഇരിക്കുന്നവർ സിബിട്ടാ വായിക്കാത്തിട്ടിരിക്കുന്ന പലയിടത്തും. എന്താ കാര്യം? പഴയ നിയമത്തിലും പ്രാകാരത്തിലാണ് കുഞ്ഞെ സ്തുതിക്കുന്നത്, പ്രാകാരത്തിലാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആമേ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എനിക്ക് മനോഹരമായ സ്ഥലത്ത് നിൽക്കുന്നതിനേക്കാൾ നല്ലത് എന്നെ വിടുവിച്ച ദൈവത്തെ ആരാധിക്കുന്ന, ആമേൻ, വിടുതലിന് വേണ്ടി സ്തോത്രം പറയുന്ന, ആമേൻ, ജനത്തിന്റെ നടുവിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം, അങ്ങനെയെങ്കിൽ ഞാനും ആമേൻ ദൈവത്തെ സ്തുതിക്കാനായി ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഉള്ളവർ അല്പസമയം ഒന്ന് സ്തോത്രം പറഞ്ഞ് ആമേൻ കുഞ്ഞുങ്ങളെ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ പിന്നീട് സ്തോത്രം പറയാ, ആമേൻ വലിയ ഉച്ചത്തിലല്ലെങ്കിലും ആമേൻ ആത്മാവിലൊന്ന് ജാഗരിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ടെക്നോളജി കെട്ടിച്ചു പോകാനല്ല, അവൻ ദൈവജനത്തിന്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന സ്തോത്രം അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ പറയാ, പ്രാകാരത്തിൽ നിന്ന് സ്തോത്രം വന്നുകൊണ്ടിരിക്കുകയാ. ഒരു പച്ചന്റെ കടമയാ ദൈവത്തെ സ്തുതിക്കേണ്ടത്. അല്ലല്ലേ? അതുകൊണ്ടാണ് യോബിനെ കുറിച്ച് പറയാം, അവൻ ഭക്തനാണ്, അവൻ ദൈവത്തെ സ്തുതിക്കുന്നവനാണ്, അവൻ ദൈവ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവനാണ്. ഇത് പറഞ്ഞപ്പോൾ അവൻ സാത്താൻ പറഞ്ഞു, അവൻ്റെ നന്മ കൊണ്ടാണ് അവൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. അവൻ നമ്മുടെ നന്മ കൊണ്ട് നമ്മുടെ സ്തുതി പോയി. എന്നാൽ ഇയ്യോബിന്റെ നന്മ കൊണ്ട് ദൈവത്തെ അവൻ യാഗം കഴിച്ചു. ആമേൻ. ഇയ്യോബിന്റെ ഉയർച്ച അവൻ ദൈവത്തെ കൂടുതൽ ആരാധിക്കാൻ ഇടയായി. ആമേൻ. നമ്മുടെ ഉയർച്ച, നമ്മുടെ സ്തോത്രം നമ്മുടെ ഇടയിൽ നിന്ന് പോയി, അഭിഷേകം നമ്മുടെ ഇടയിൽ നിന്ന് പോയി, ആമേൻ, കൃപാവരം നമ്മുടെ ഇടയിൽ നിന്ന് പോയി. ആമേൻ. സങ്കടത്തോടെ പറയട്ടെ, ദൈവം നമ്മളെ അനുഗ്രഹിച്ചത് ആമേൻ ദൈവത്തെ ആരാധിക്കുന്ന തടസ്സമാകരുതെന്ന് ദൈവത്തിന് വചനം പറയുന്നു. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഇടവിടാതെ യാഗം കഴിക്കുക. പക്ഷെ ഇവനെ തകർക്കാൻ സാത്താൻ കൂട്ടുകൂട്ടി. അല്ലെങ്കിൽ സാത്താൻ ചെന്ന് പറയുക, ആമൻ ഇവനെ നീ തകർക്കാൻ, ഇവൻ്റെ നന്മകൾ തകർക്കാൻ. ആമൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അല്ലെങ്കിൽ അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം. വീട്ടിൽ പോയി നോക്കിയാൽ മതി. അവൻ ഒന്നൊന്നായിട്ട് യോബിനെ തകർന്നു പോയി. ഹല്ലേലൂയ. ഒന്നൊന്നായിട്ട് യോബിനെ തകർന്നു പോയി. എനിക്കുള്ള സങ്കടം, യോബിൻ്റെ മക്കൾ പോലും തകർന്നു പോയി. ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ യോബിൻ്റെ മക്കൾക്ക് വേണ്ടി ആര് യാഗം കഴിച്ചുകൊണ്ടിരുന്നു? യോബിൻ്റെ മക്കൾ ഭയങ്കര ബർത്ത്ഡേ പാർട്ടി എൻജോയ് ചെയ്യുന്നവരാ. നമ്മളും അങ്ങനെ. ഇപ്പം ഒരു കാലത്ത് പെന്തിക്കോസുകാർക്ക് ബർത്ത്ഡേയും ഇല്ലായിരുന്നു. പ്രൈസലോ. ഞാൻ പണ്ട് പറയുമായിരുന്നു, നേരത്തെയൊക്കെ പെന്തിക്കോസുകാർ മരിച്ചാൽ റീത്ത് പോലും വെക്കത്തില്ലായിരുന്നു. അല്ലേ? ഇല്ല. പ്രൈസലോ. ഇല്ല, വെക്കത്തില്ലായിരുന്നു. അത്രയ്ക്ക് വിശുദ്ധ ജീവിതം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മുടെയൊക്കെ പെന്തിക്കോസുകാർ മരിക്കുന്നത് റീത്ത് പെറുക്കി വിറ്റ ഒരു കൊച്ചിന് കല്യാണം നടത്താം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്നെ പ്രയാസമല്ല ഞാൻ പറയുന്നത്. നമ്മളൊക്കെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ മാറി വെച്ചോ, കുഴപ്പമൊന്നുമില്ല. ബർത്ത്ഡേക്ക് ഒരു കേക്ക് മുറിച്ചോ, കുഴപ്പമൊന്നുമില്ല. എനിക്കെന്നെ പ്രയാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അനുഗ്രഹം വന്നു. ഇതുപോലെ ഇയ്യോബിൻ്റെ മക്കള് ഒരുത്തൻ്റെ വീട്ടിൽ ഓരോ ബർത്ത്ഡേക്കും പോയി ആഘോഷിക്കുക. പക്ഷേ സാധാരണ ആഘോഷമല്ലെന്നേ, നമ്മളെക്കാട്ടി ഭയങ്കര ആഘോഷം, അടിപൊളിയാ. വീഞ്ഞു അടിച്ച് ആകെപ്പാടെ ലഹരി പിടിച്ച് ഇയ്യോബിന് മനസ്സിലായി ഇത് അടി കിട്ടുന്ന പരിപാടിയാ. ഇയ്യോബ് എല്ലാവരും വിളിക്കും.
പാട്ട് കഴിഞ്ഞ വാടാന്ന് പറയും. വന്നിരുത്തി അവനെ എല്ലാവർക്കും അവർക്ക് വേണ്ടി കഴിക്കും. ഹല്ലേലൂയ. ദൈവത്തോട് ക്ഷമയോദിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ തെറ്റുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇന്നിപ്പോൾ പറഞ്ഞതുപോലെ ക്ഷമയേറ്റു പറഞ്ഞ് ഇങ്ങനെ പോവുക. അപ്പോൾ പിള്ളേർക്ക് നല്ല സന്തോഷം. പിള്ളേർ പറഞ്ഞു ഞങ്ങളിങ്ങനെ നടക്കും, അപ്പനും അമ്മയും എന്ത് ചെയ്തോളും. ഇപ്പോഴും നമ്മളങ്ങനെ ചിലർ സ്തോത്രം, ഞങ്ങളിങ്ങനെ പോക്കളാം, ഞങ്ങളുടെ അപ്പനും അമ്മയും പ്രാർത്ഥിച്ചു, അങ്ങനെ അങ്ങ് പോയി. കുറേ പോയി കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് വലിയ സന്തോഷം. എന്ത് വേണേലും കാണിക്കാം, പ്രാർത്ഥിക്കാൻ ആരുണ്ട്? അപ്പനും അമ്മ ഉണ്ടെന്നേ. ഫ്രീസർ അങ്ങ് പോകുക. പക്ഷേ സാത്താൻ വന്ന് ചോദ്യം ചോദിച്ചേച്ച് അടി കൊടുത്തപ്പോൾ, മൃഗങ്ങളുടെ കൂട്ടത്തിൽ അടി കൊടുത്തപ്പോൾ ആർക്കൂടെ കൊടുത്തു എന്ന് പറഞ്ഞേ. ആമൻ അവിടെ എഴുതിയിരിക്കുന്നത് മക്കൾക്കിട്ടും കൊടുത്തു. ഇന്ന് ഇപ്പോൾ ഒരു ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വലിയ പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുക, കെട്ടിടത്തോടെ അങ്ങ് പോയി. സ്തോത്രം. അപ്പം എൻ്റെ ഒരു ചോദ്യം, അപ്പം അതുവരെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇവിടെ പോയി? ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞുങ്ങളോട് ഞാനൊരു കാര്യം പറയും, യൗവനക്കാരോട് ഒരു കാര്യം പറയാം. അപ്പനും അമ്മയും പ്രാർത്ഥിക്കാനുണ്ടെന്നും പറഞ്ഞ് ജോലി തിരക്കിൽ ഓടരുത്. നീ പ്രാർത്ഥിക്കേണ്ടപ്പം മുട്ടും അടക്കിക്കോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. പ്രാർത്ഥനയെക്കുറിച്ച് ദിവസങ്ങളിൽ എനിക്ക് പറയാൻ സമയം കിട്ടില്ല നിങ്ങളോട്. പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. എത്ര പേര് ഉറപ്പുണ്ട്? പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ആമൻ. ഒരു കാര്യം കൂടെ, ആമൻ, പിള്ളേർ വീട്ടിലിരിപ്പുണ്ട്. ലിസൺ എവരിബഡി. ആമൻ. കഴിഞ്ഞ ദിവസം നല്ല ഒന്നാം തരം ഒരു ക്ലാസ് നമ്മുടെ സാമായിരുന്നു അല്ലേ ഇവിടെ വെച്ചെടുത്തത്, ഇവാൻ റോബർട്ടിനെ കുറിച്ച്. റൈറ്റ്? അല്ലേ? ഇവാൻ റോബർട്ടിൻ്റെ നല്ലൊരു ക്ലാസ് ഇവിടെ വെച്ചെടുത്തു. നിങ്ങൾക്ക് എന്നോ മനസ്സിലായി, വെയിൽസിൽ നല്ല ഉണർവുണ്ടായി. യു അണ്ടർസ്റ്റാൻഡ്? ഉണർവുണ്ടായി. അതിന് പിന്നിലെ രഹസ്യം എന്താണെന്നാണ് എഴുതിയത്? പ്രൈസ് ദി ലോർഡ്. ഇല്ലേ? എത്ര മണിക്കൂറെന്നാ പറഞ്ഞത്? എത്ര മണിക്കൂറെന്നാ? പറഞ്ഞ് ആങ്കർ തന്നെ അങ്ങ് പറഞ്ഞ പിള്ളേർ പറയുമോ ഇവർക്ക് മനസ്സിലായോന്ന് അറിയാനാ? നിങ്ങൾ കേട്ടിട്ട് തന്നെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. എത്ര മണിക്കൂറാ? 18 ആയിട്ടിരിക്കുന്ന ഒരു 10 to 18 മണിക്കൂറാണ് എടുത്തത്. am I right? കേട്ടോ? നിങ്ങൾ ലിസൺ ചെയ്തോ? ഉറപ്പാണോ? ലിസൺ ചെയ്തോ? ആ മെസ്സേജ് ലിസൺ ചെയ്തവരൊന്ന് കൈപൊക്കിക്കേ. ഒന്ന് ശരിക്കും പോക്കുന്നേ. ആ മെസ്സേജ്, ഇംഗ്ലീഷ് ആരാധനയ്ക്ക് മെസ്സേജ് കേട്ടോ കൈപൊക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ഗുഡ്. താഴെ. പ്രൈസ് ദി ലോർഡ്. ഇവാൻ റോബർട്ടിൻ്റെ ഉണർവിന് വേണ്ടി 18 മണിക്കൂർ പ്രാർത്ഥിച്ച കാര്യങ്ങൾ കേട്ടു. പ്രൈസ് ദി ലോർഡ്. ആ മെസ്സേജ് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി അവൻ പ്രാർത്ഥിച്ച സമയത്തേക്കാൾ ഒരു 10 മിനിറ്റ് കൂടെ കൂട്ടി വരുന്ന കൈപൊക്കിക്കേ. സ്തോത്രം. ഒരു 10 മിനിറ്റ് കൂടെ. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് നിങ്ങൾ മെസ്സേജ് കേട്ടത്? സ്തോത്രം. പാസ്റ്റർ ഇംഗ്ലീഷ് മെസ്സേജ് എന്തിനാണ് കൊടുത്തത്? എന്തിനാണ് നിങ്ങൾ കേട്ടത്? പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ, വെറുതെ ഒരു പ്രഹസനമല്ലിത്. നല്ല മനോഹരമായൊരു മെസ്സേജാന്ന് പറഞ്ഞ് കൈയടിച്ച് വെച്ച് പോയിട്ട് പ്രാക്ടിക്കലി വന്നപ്പോൾ 18 മണിക്കൂർ പ്രാർത്ഥിച്ചവൻ ഉണർവായപ്പോൾ എനിക്കതിന് പറ്റത്തില്ല. എൻ്റെ ഹൃദയത്തിനകത്തത് കൊണ്ടുകയറി. അതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റ് കൂടെ കൂടുതൽ പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഈ മെസ്സേജ് കൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്കുണ്ടായിട്ടില്ല. ഒരു ഗുണം ഉണ്ടായിട്ടില്ല. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഞാനിങ്ങനെ പറഞ്ഞ എൻ്റെ പിള്ളേർ പറയും, ഡാഡിക്ക് ചിലപ്പോൾ എന്നാ പറഞ്ഞ സ്ട്രോങ് ആയി പോകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലത് ഞാൻ സ്ട്രോങ് ആകുഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിക്കാത്തവൻ്റെ കോടീശ്വരൻ്റെ ഗതികേട് നിങ്ങൾ കണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഇത്ര കോടീശ്വരൻ്റെ ഗതിയാണ്, ഒന്നുമില്ലാത്ത നമ്മുടെ ഗതി എന്താ വരുന്നത്? നമ്മുടെ ഗതികേട് ഉണ്ടാകാതിരിക്കാൻ ഒറ്റ കാര്യം, നമ്മുടെ ദൈവം കോടീശ്വരനാ. അവനാണ് എൻ്റെ കർത്താവ്. അവൻ കേട്ടിട്ട് കുഞ്ഞെ അവൻ പാടിയച്ചു പോകാനല്ല, അവരുടെ ശൈലി നടത്താനല്ല. ഇത് കേൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാർഗമായി വന്നില്ലെങ്കിൽ അവൻ പിശാച് അവകാശം പറയുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനൊക്കത്തില്ല ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെത്താൻ ഒരു തീരുമാനമെട. ഈ ഞായറാഴ്ച കേൾക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി മാറ്റും. നമ്മൾ കുറെ ഷൈൻ ചെയ്യാനല്ലിത്, നമ്മൾ ആത്മീയരായി മാറാനാ. അല്ലെങ്കിൽ എത്ര പേർക്ക് തയ്യാറുണ്ട്?
അത് കേട്ടപ്പോൾ ഉള്ള ആമയും കൂടെ പോയെന്ന് എനിക്കറിയാം. ആമേ, സോറി, ക്ഷമിക്കണേ. അല്ലെങ്കിൽ ഞാൻ പ്രാക്ടിക്കലായി പറഞ്ഞ് നിങ്ങളോടൊന്ന് ചോദ്യമായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചേ. നിങ്ങൾ പിന്നെ എന്തിനാ ഇത്ര മനോഹരം? എനിക്ക് എന്നെ അത് ചലിപ്പിച്ചു. ആമേൻ, ഇത്ര അങ്ങനെങ്കിൽ എൻ്റെ അകത്ത് കയറി ഇവാൻ റോബർട്സിനെ പോലെ ഈ പ്രദേശത്ത് ആ ഒരുവനായി തീരാൻ എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എത്ര എണ്ണം കേട്ടു? ഇല്ലെങ്കിൽ നമ്മളിത് വെറുതെ കേട്ടേച്ചു പോവാ. കുഞ്ഞുങ്ങളെ, ഇതിനൊക്കെ ചോദ്യം ഏറെ തന്നവനോട് ഏറെ ചോദിക്കും. ആമേൻ, സമയം പോയി തലളെ വണക്കാം, ഒരു നിമിഷം തലളെ വണക്കാം. തിരുമേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആമൻ, ആമൻ, തിരുമേശ മുമ്പിലുണ്ടല്ലോ. ആമൻ, 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 എഴുന്നേറ്റ് നിന്ന ഹല്ലേലൂയ. ആമൻ, നമ്മൾ ആമൻ എന്നോട് വല്ലതും ആമൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തോട് ക്ഷമ ചോദിക്കണം. കർത്താവേ, ഈ സുവിശേഷ മർമ്മം എന്നെ അറിയിച്ചിട്ട് ആമൻ അതിനൊരു വില കൊടുക്കാതെ പോയത് എൻ്റെ കുറവാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ പ്രമാണത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആത്മാവിലൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. എല്ലാവരുടെയും നാവൊന്ന് ചലിച്ചേ, എല്ലാവരുടെയും നാവൊന്ന് ചലിച്ചേ. ഹല്ലേലൂയ. ആമൻ, ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് അല്പസമയം നമ്മൾ ദൈവത്തെ ആമൻ ഒന്ന് സ്തുതിക്കുവാനായിട്ടൊന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. വചനം വെറുതെ കേട്ടിച്ചു പോകരുത്. എത്ര മനോഹരമായ ഇംഗ്ലീഷ് മെസ്സേജുകളും ആമൻ അല്ലാത്ത മെസ്സേജും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് രൂപാന്തരമാണ്. എവരിബഡി ക്ലോസ് യുവർ ഐസ്. Everybody close your eyes. Open your mouth. ആമേൻ, ആമേൻ. വാ തുറന്നിട്ട് ദൈവത്തോട് പറ, എൻ്റെ കുറവുകളെ എന്നോട് ക്ഷമിക്കണമേ. തിരുമേശ മുമ്പിലുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ, നമുക്ക് വേണ്ടി ഇത്രയും നല്ല ദൈവം തന്നപ്പോൾ, നല്ല പാസ്റ്ററെ ദൈവം തന്നപ്പോൾ, പാസ്റ്റർമാരുടെ മെസ്സേജുള്ള ദൈവം തന്നപ്പോൾ, ആമേൻ, ആമേൻ, കൂടെ കേസുമെന്ന് പറയുമ്പോൾ ആമേൻ കേട്ട വചനം പുറകിൽ എറിഞ്ഞു കളഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് ആമേൻ നമ്മുടെ മുമ്പിൽ വമ്പന്മാർ നിന്നത് പൊളിഞ്ഞു പോകുന്നത് ആമേൻ കാണിച്ചുകൊണ്ട് ആമേൻ, ആമേൻ, നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആമേൻ കണ്ണുനീരോടെ ദൈവത്തോട് പറ, ദൈവമേ, ഞാൻ ഒന്നുമല്ലെന്ന് പറയാൻ. ആമേൻ, എല്ലാവരും കണ്ണടച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ച് അല്പസമയം പാടുന്നതിന് മുമ്പ് എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം.